ഏയ് ഇരുന്ന മോളെ. മോളുടെ സങ്കടം എനിക്ക് മനസ്സിലാകുന്നുണ്ട്. സാരമില്ല അച്ഛാ, എനിക്ക് സങ്കടം ഒന്നുമില്ല. രത്നമ്മയുടെ സ്വഭാവം നിനക്കറിയാലോ. നിന്നോട് ഇത്തിരി കുശുമ്പുണ്ട്. എനിക്കറിയാം. അച്ഛൻ കുറെ ശ്രമിച്ചതാ തിരുത്താൻ, പക്ഷെ അതുകൊണ്ടൊന്നും ഒരു ഫലം ഉണ്ടായില്ല. എന്റെ ടീച്ചർമാരൊക്കെ ഒത്തിരി കഷ്ടപ്പെട്ടു എന്നെ ഓരോന്ന് പഠിപ്പിച്ചെടുക്കാനും മത്സരത്തിന് കൊണ്ടുപോകാനും ഒക്കെ. അതാ എന്റെ വിഷമം. ഛേ, കഷ്ടം. ഇനിയിപ്പോ എന്ത് ചെയ്യും? അവർക്ക് ജാനുവളുടെ ദേഷ്യമാവും അല്ലേ? സാരമില്ല, ഞാൻ ചെന്ന് സോറി പറയാ അച്ഛാ. അമ്മയുടെ പുറമേതിനൊക്കെ ഒരു കള്ളത്തിനുണ്ടെന്ന് എനിക്ക് അപ്പോഴേ തോന്നിയതാ. ഇതും പറഞ്ഞ അമ്മയുടെ അടുത്ത് വഴക്കിന് പോവല്ലേ അച്ഛാ, എനിക്കത് സങ്കടാ. ഓഹോ, തൊട്ടും തലോടിയും കെട്ടിപ്പിടിച്ചൊക്കെയാണോ ആശ്വസിപ്പിക്കുന്നത്? രത്നമ്മേ, അലരണ്ട, പിള്ളേര് കിടന്ന് ഉറങ്ങിക്കോട്ടെ. പ്രായം അറിയിച്ച പെണ്ണ, അതുകൊണ്ട് തൊട്ടും തലോടിയുള്ള സ്നേഹപ്രകടനം ഒന്നും ഇനി വേണ്ട. അമ്മയോട് ക്ഷമിച്ചേള. നീ എന്ത് വർത്താനോ രത്നമ്മ ജാനിമോളുടെ മുമ്പിൽ വെച്ച് പറഞ്ഞത്? സ്വന്തം ഭർത്താവെ ഏതെങ്കിലും ഒരു അന്യ സ്ത്രീയോട് കൂടുതൽ അടുക്കുന്നത് കണ്ട ഏതൊരു ഭാര്യയും പറയുന്നത് മാത്രമേ ഞാനും പറഞ്ഞുള്ളൂ. അന്യ സ്ത്രീയോ? ഇത്രയില്ലാത്ത കുട്ടിയാണോ അന്യ സ്ത്രീ? നിന്റെ കണ്ണിന് ബാധിച്ചോടി സംശയത്തിന്റെ തിമിരം. ഇത്തിരി ഉള്ളെങ്കിലും പെണ്ണായി കഴിഞ്ഞാ പെണ്ണ് പെണ്ണ് തന്നെയാ വിജയേട്ടാ. ഞാൻ സൂക്ഷിക്കാനുള്ളത് സൂക്ഷിച്ചേ പറ്റൂ. തീരെ കുഞ്ഞായിരുന്നപ്പോ മുതല് എന്റെ നെഞ്ചി കിടത്തി സ്വന്തം കുഞ്ഞിനെ പോലെ വളർത്തിയതാ ജാനിമോളെ. എത്ര വളർന്നാലും അവളെന്റെ മോളല്ലാതാകൂടി. പെൺമക്കൾക്കേ സ്വന്തം അച്ഛനെ പേടിക്കേണ്ട കാലം ഇത്. പിന്നെ സ്വന്തം മോളെ പോലെ എന്ന് പറഞ്ഞതുകൊണ്ട് സ്വന്തം മോളൊന്നും ആവൂലല്ലോ അല്ലേ? ബന്ധം എന്ന് പറഞ്ഞ രക്തബന്ധം മാത്രമല്ലടി. രക്തബന്ധമുള്ളവർ പരസ്പരം കൊല്ലുന്നില്ലേ? അതേസമയം അന്യർക്ക് വേണ്ടി ജീവിതം മാറ്റിവെക്കുന്ന കുറച്ചു പേരെങ്കിലും ഈ ലോകത്തില്ലേ? ഞാനിപ്പോ അങ്ങനെ മദർ തെരേസ ഒന്നും ആവാൻ പോകുന്നില്ല. 100 ജന്മം കൂടി ജനിച്ചാലും നീ അങ്ങനെയൊന്നും ആവുകയേയില്ല. അറിയിക്കടി. എനിക്ക് തോന്നാത്ത ഒരു ബന്ധവും വിജയേട്ടൻ അവളുമായിട്ട് വേണ്ട. ഗോവിന്ദകുട്ടിയുടെ മോള് ഗോവിന്ദകുട്ടിയുടെ മോളായിട്ട് തന്നെ ജീവിച്ചാൽ മതി ഈ വീട്ടില്. വിജയരാഘവന്റെ രത്നമ്മയുടെ മക്കളായിട്ട് ജീവിക്കാനേ ഇവിടെ വേറെ 2 കുട്ടികളുണ്ട്. നിന്റെ കണ്ണും മനസ്സ് ഇത്രക്ക് ചീഞ്ഞു പോയലോടി രത്നമ്മേ. ഹോ, അതിന്റെ നാറ്റടിച്ചിട്ട് എനിക്ക് ശ്വാസം മുട്ടുക. വിജയേട്ടനൊഴികെ വേറെ ആർക്കും ഇങ്ങനെ ഒരു തോന്നൽ ഉണ്ടാവില്ല. ഏതായാലും കുറെ സാരോപദേശം വിളമ്പി എന്റെ മനസ്സിൽ സുഗന്ധം നിറയ്ക്കാൻ വിജയേട്ടൻ നോക്കണ്ട. നിന്റെ ദേഹത്ത് കൊണ്ടോ? സോറി, കാലങ്ങ് നിവർത്തിയപ്പോഴേ അറിയാതെ കൊണ്ടതാ. വിജയേട്ടൻ ഇത് മനഃപൂർവ്വം ചെയ്താണെന്ന് എനിക്കറിയാം. എന്നിട്ട് അറിയാതെ കൊണ്ടത്രേ. ഏയ്, മനഃപൂർവ്വം ഞാൻ അങ്ങനെ ചെയ്യോടി രത്നമ്മേ. വേണ്ട, ഒരുപാട് അഭിനയിക്കണ്ട. നിനക്ക് മാത്രമല്ലടി അഭിനയിക്കാൻ അറിയാവുന്നേ, എനിക്കും അറിയാം.